പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ അഭിലാഷ് ബാലകൃഷ്ണൻ, ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ്. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് സംസാരിക്കാൻ വേണ്ടി പോകുന്ന വിഷയം രത്നങ്ങളെക്കുറിച്ച് ഞാൻ വിവിധ ഘട്ടങ്ങളിലൂടെ പറഞ്ഞു വരികയാണ്. അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ധരിക്കേണ്ട രത്നങ്ങളും ആ രത്നങ്ങൾ ധരിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും അതെല്ലാം എൻ്റെ പരിമിതമായ അറിവുകൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് ഞാൻ രത്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. രത്നങ്ങൾ പ്രീഷ്യസും സെമി പ്രീഷ്യസും ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്താണ് ഈ സെമി പ്രീഷ്യസ്? പ്രീഷ്യസ് എന്താണ്? രത്നങ്ങൾ അമൂല്യ രത്നങ്ങളെന്നും അതിൻ്റെ ഉപരത്നങ്ങളെന്നും പറഞ്ഞ് തരംതിരിച്ചിരിക്കുന്നു. ആര് തരംതിരിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഈ രത്നങ്ങൾ അമൂല്യ രത്നങ്ങൾ എന്ന് പറയുന്നതും അമൂല്യ രത്നങ്ങൾ ധരിക്കാൻ വേണ്ടി സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ ഉപരത്നങ്ങൾ ധരിക്കൂ എന്ന് മിക്ക ആൾക്കാരും പറയുന്നുണ്ട്. അതിൻ്റെ ലോജിക്ക് എന്താണ് എന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. അതിൻ്റെ വ്യക്തമായ ഉദാഹരണം, ഇപ്പം ടോപ്പസ് ധരിക്കാൻ പറയും, യെല്ലോ സഫയർ ധരിക്കാനില്ലെങ്കിൽ നിങ്ങൾ സിട്രിൻ ധരിക്കൂ എന്ന് പറയും. അപ്പം ഇത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നതെന്നുള്ള വ്യക്തമായ ബോധ്യം എനിക്കില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയാൻ സാധിക്കും, രത്നങ്ങൾ ഉപരത്നങ്ങൾ അങ്ങനെ ഒന്നില്ല. രത്നങ്ങളെന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ളത് രത്നങ്ങൾ തന്നെയാണ്. അതിൽ ഉപരത്നങ്ങളെന്ന് പറയുന്നത് ഇത് ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ശൃംഖലയുടെ ഭാഗമായിട്ട് കൃത്യമായ വേർതിരിവുകൾ തിരികുകയാണ്. ഇപ്പം നമുക്ക് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ഉപരത്നങ്ങളും. ഭൂമിക്കടിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. രത്നങ്ങളും ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുകയാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഈ വീട് വയ്ക്കുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷനുണ്ട്. ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വളരെ സ്ട്രോങ്ങോട് കൂടിയിട്ടാണ് ആ ഫൗണ്ടേഷൻ ചെയ്യുന്നത്. ആ ഫൗണ്ടേഷനാണ് ആ വീട്ടിൻ്റെ അടിത്തറ. ഫൗണ്ടേഷൻ കുഴിയെടുത്ത് അത് വളരെ സ്ട്രോങ് ആയിട്ട് നിർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന് ഏറ്റക്കുറച്ചിലുണ്ടാവുകയും ആ ബിൽഡിംഗ് നിലം പതിക്കുകയും ചെയ്യും കാലക്രമേണ. രത്നങ്ങളെന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ നിന്ന്, ഭൂമിയുടെ ഏറ്റവും ഉൾവശങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ. ഉപരത്നങ്ങൾ അതിൻ്റെ വിവിധ ലെയറുകൾ, അതായത് ഭൂമിയുടെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള ലെയറുകളിലൂടെ കിട്ടുന്നതുമാണ്. അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ധരിക്കുന്നത് രത്നങ്ങളെ ധരിക്കാൻ പാടുള്ളൂ. ഉപരത്നങ്ങൾ നമ്മൾ ധരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രോങ്നെസ് പോലെയാണ് നമ്മുടെ ശരീരത്തിൽ. നമുക്ക് ഫാൻസിക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ധരിക്കാം. വെള്ളിയിലെ സ്റ്റോൺ നെക്ലേസ്, മറ്റ് ഓർണമെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഉപരത്നങ്ങൾ കൊണ്ടാണ് ധരിക്കുന്നത്. ഈ ഉപരത്നങ്ങൾ കൊണ്ട് ഇപ്പോൾ നമ്മുടെ ഓർണമെൻറ്റ്സ് ഐറ്റംസ് എല്ലാം ഉപരത്നങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്യുമ്പോൾ അതിന് ഗുണമുണ്ടാവില്ല. രത്നങ്ങൾ അങ്ങനെയല്ല. അതും കിട്ടുന്നത് ഭൂമിക്കടിയിൽ നിന്നാണ്, ഇത് കിട്ടുന്നത് ഭൂമിക്കടിയിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഉള്ള ഒരു കമ്പയർനെസ് ആണ് ഞാനൊരു ബിൽഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ സഹിതം നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്. നമുക്ക് നമ്മുടെ കയ്യിലേക്ക് നമ്മൾ ധരിക്കുന്നത് രത്നങ്ങൾ ഏറ്റവും അതിൻ്റെ മൂല്യമായിട്ട് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് ഫോർവേഡ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസുകൾ മാത്രമേ നമ്മൾ ധരിക്കാൻ പാടുള്ളൂ. അതിൽ ഉപരത്നങ്ങളെന്നും പറഞ്ഞ് സെമി പ്രീഷ്യസ് എന്നും പറഞ്ഞ് വിവിധ ഘടകങ്ങളിലൂടെ വരുന്നതിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എനർജി പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഓർണമെന്റ് സെക്ഷനിലേക്ക് ഈ സെമി പ്രീഷ്യസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ സ്റ്റോൺസിൽ തന്നെ ഓർണമെന്റ്സ് ഉണ്ട്. ഓർണമെന്റ്സ് എല്ലാം സെമി പ്രീഷ്യസിലാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അത് ശരീരത്തിലേക്ക് ഒരു തരത്തിലുള്ള ഒരു എനർജിയോ ഉണ്ടാക്കുന്നില്ല. അത് നമുക്ക് കാണാൻ ആഡംബരമായിട്ട്, നമുക്ക് കാണാൻ ഭംഗിയായിട്ട്, കണ്ണിന് നല്ല കുളിർമയുള്ള ഗ്ലാസ് സ്റ്റോൺസ് മുതൽ ഇങ്ങറ്റം വരെയുള്ള ഏറ്റവും സിന്തറ്റിക് സ്റ്റോൺസിൻ്റെ വിവിധ ഘട്ടങ്ങൾ, അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ തന്നെ സെമി പ്രീഷ്യസിൽ വരുന്ന സ്റ്റോൺസുകൾ, ഇങ്ങനെയുള്ളതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഓർണമെന്റ്സ് ഉണ്ട്. അത് നമുക്ക് ധരിക്കാം. അതുകൊണ്ടാണ് ഈ ഓർണമെന്റ്സ് മേഖലയിലേക്ക് സെമി പ്രീഷ്യസ് സ്റ്റോണുകളെ ഘടകമായിട്ട് വെച്ചിരിക്കുന്നത്. അത് ചില ആൾക്കാർ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപരത്നങ്ങൾ ധരിക്കും. നിങ്ങൾ ഒരാൾക്കൊരു ഗുണത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഉപരത്നങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ട് പറയാൻ പാടില്ല. എനിക്ക് വ്യത്യസ്തനായിട്ടുള്ള ഒരാളുണ്ടോ? ഞാനിവിടെ ഇരിക്കുകയാണ്, എന്നെ പോലൊരു 7 പേരുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സ്വഭാവത്തോട് കൂടിയിട്ടോ എൻ്റെ ആകാരത്തോട് കൂടിയിട്ടോ എൻ്റെ പിതാവിൽ നിന്ന് ആണ് ഞാൻ ജനിച്ചത്. എന്നെ പോലെ വേറൊരാളുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് രത്നങ്ങൾ.
മഞ്ഞ പുഷ്യരാഗത്തിന് സിട്രിൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഉപഘടന ഉണ്ടാക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എൻ്റെ ചോദ്യമാണ് ഇതൊക്കെ. ആരുടെടുത്തും ദേഷ്യത്തോടു കൂടി പറയുന്നതല്ല. ഞാൻ എൻ്റെ അറിവുകളിൽ നിന്ന് സമാഹരിച്ച കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബ്ലൂ സഫയറിന് വേണ്ടിയിട്ട് നിങ്ങൾ ടോപ്പസ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രീതിയിലാണ്? ബ്ലൂ സഫയറിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ് ടോപ്പസിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ് ഒന്നാണോ? എൻ്റെ ചോദ്യമാണ്. അതുകൊണ്ട് ആളുകളടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ പറയുമ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. ഞാൻ രത്നങ്ങളെക്കുറിച്ച് പറയും, ഇനി അറിവുകളുണ്ട്, ഇത് ഞാൻ പറയും. ഇത് പറയുമ്പോൾ ഞാൻ ഒരു രത്നവ്യാപാരിയായി, ഞാനൊരു രത്ന ബിസിനസ്സുകാരനായിട്ട് രത്നങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരാളായി മാറുമ്പോൾ എനിക്ക് രത്നങ്ങളുടെ എല്ലാ വശങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. രത്നങ്ങളെക്കുറിച്ച് ജനങ്ങൾ അറിയണം. രത്നങ്ങളിൽ എന്താണ് ക്വാളിറ്റി, എന്താണ് ക്വാളിറ്റി ഇല്ലായ്മ, ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ എല്ലാ പേർക്കും ഉണ്ടാവണം. ബ്ലൂ സഫയറിന് എൻ്റെ മുമ്പിലേക്ക് വന്ന ഒരാൾ പറയുകയാണ്, ബ്ലൂ സഫയറിന് ഉപരക്തമായിട്ട് ടോപ്പസ് കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ടോപ്പസ് കൊടുക്കുക? ആ ടോപ്പസ് കൊടുത്തതുകൊണ്ട് ആ വ്യക്തിക്ക് എന്താണ് ഉപയോഗം? അല്ലെങ്കിൽ ടോപ്പസ് ധരിക്കുമ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് പറയാം, നിങ്ങളൊരു ഫാൻസിക്ക് വേണ്ടി ധരിക്കൂ എന്ന് പറഞ്ഞാൽ അതിൽ ചോദ്യം ചെയ്യാനില്ല. അത് അവരുടെ അവകാശമാണ്. അവർക്ക് എങ്ങനെ വേണോ ധരിക്കാം, ആർക്കും എന്ത് വേണോ കൊടുക്കാം. എത്രയോ ഷോപ്പുകളുണ്ട് കേരളത്തിൽ. ഞങ്ങൾ ഹോൾസെയിൽ കൊടുക്കുന്നവരാണ്. ഞങ്ങളടുത്ത് ലോട്ട് കണക്കിന് ഷോപ്പുകൾ ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഉപരക്തങ്ങൾ ആഭരണത്തിൻ്റെ മാനുഫാക്ചറിങ്, ഓർണമെൻറ്റ്സ് മാനുഫാക്ചറിങ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ ബന്ധപ്പെടുന്നവർ, പുതിയതായിട്ട് ഞങ്ങളെ ബന്ധപ്പെടുന്നവരുണ്ട്, ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ സെമി പ്രീഷ്യസാണ് കൊടുക്കുന്നത് ഓർണമെൻറ്റ്സിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ്, നാച്ചുറലായിട്ട് ഒരാൾക്ക് ഗുണത്തിന് വേണ്ടി ധരിക്കുന്ന സ്റ്റോൺസുകളെല്ലാം നാച്ചുറലായിട്ടുള്ള പ്രീഷ്യസ് സ്റ്റോൺസിൽ മാത്രമേ കൊടുക്കാവൂ. എന്തുകൊണ്ട് അതിനെ പ്രീഷ്യസ് എന്ന് വെച്ചിരിക്കുന്നത്? യെല്ലോ സഫയർ പോലെ യെല്ലോ സഫയറേ ഉള്ളൂ, അതിനൊരു ഉപരക്തമില്ല. ബ്ലൂ സഫയർ പോലെ ബ്ലൂ സഫയറേ ഉള്ളൂ, അതിനൊരു ഉപരക്തം ഇല്ല. റൂബി പോലെ റൂബിയേ ഉള്ളൂ, അതിന് ഉപരക്തമില്ല. റൂബിയുടെ ഉപരക്തം എന്ന് പറഞ്ഞ് ഹെസനൈറ്റിന്, ഗോമേതകത്തിന് കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ വിഷമമുണ്ടാകും, പക്ഷെ നമ്മൾ പറയാറില്ല പൊതുവിൽ. അത് നമ്മൾ പറയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരുടെയും ബിസിനസ് നമ്മൾ കാരണം നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് മാത്രം സെയിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് പ്രീഷ്യസിൻ്റെ മാർക്കറ്റിലേക്ക് പോയിട്ട് ആരെടുത്ത് കിടപിടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. എനിക്കൊരു 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ 10 കസ്റ്റമർക്ക് ഞാൻ പ്രീഷ്യസ് സ്റ്റോൺസ് മാത്രം കൊടുക്കുന്ന ആളാണ്. ഞാൻ ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് കൊടുക്കുന്ന ആളാണ്. എൻ്റെ ലോ ക്വാളിറ്റീസ് ഇല്ല. പക്ഷേ ഓർണമെൻറ്റ് സെക്ഷനിലേക്ക് ഞങ്ങളെ വിളിക്കുന്ന ഹോൾസെയിലായിട്ട് ഞങ്ങൾ വിളിക്കുന്നവർക്കും ഞങ്ങൾ സെയിൽ ഔട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കും ഞങ്ങൾ ഹോൾസെയിലായിട്ടാണ് കൊടുക്കുക. അത് സെമി പ്രീഷ്യസിൽ വരുന്നത് തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതവരെ ഓർണമെൻറ്റ്സ് ആണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സ്റ്റോൺസിൻ്റെ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ഓർണമെൻറ്റ്സ് വരുന്നുണ്ട്. എല്ലാ പേർക്കും ഹെവി ആയിട്ടുള്ളൊരു ഓർണമെൻറ്റ് സെക്ഷനിലേക്ക് നമുക്ക് യെല്ലോ സഫയർ അങ്ങനെ ഒരു ഓർണമെൻ്റ് ആയിട്ട് ധരിക്കുക. അവൻ്റെ ശരീരത്തിലേക്ക് എനർജി വരണ്ടേ? ഒരു 15 ക്യാരറ്റ് ധരിക്കേണ്ടവന് ഒരു നെക്ലേസ് എല്ലാം കൂടി ഒരു 55 ക്യാരറ്റ് കൊടുത്ത അയാളുടെ അവസ്ഥ എന്താവും? ഡയമണ്ട് തന്നെ നമ്മൾ നെക്ലേസ് ആയിട്ട്, ഡയമണ്ട്സിൻ്റെ നെക്ലേസ് ആയിട്ട്, നാച്ചുറൽ 1 ക്യാരറ്റ് ഡയമണ്ട്സ് മുതലുള്ള അങ്ങോട്ടുള്ളത് നെക്ലേസ് ആയിട്ട് ആർക്കെങ്കിലും കൊടുക്കുന്നത് കാണാൻ സാധിക്കുമോ? ലാബ് ഗ്രൗണ്ട് ഡയമണ്ട്സ് ആണ്, ലാബിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഡയമണ്ട്സ് ആണ്. ഇവർ ഓർണമെൻറ്റ്സ് ആയിട്ടെല്ലാം അത് 1 സെൻറ്റ് 2 സെൻറ്റ് വെച്ചിട്ട് 10 സെൻറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആർക്കും അങ്ങനെ ഒരു ഹെവി സെക്ഷനിലേക്ക് കൊടുക്കില്ല. അത് ഓർണമെൻറ്റ് സെക്ഷനാണ്. അത് വിവിധ നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹാരിതയുള്ള വശ്യസുന്ദരമായിട്ടുള്ള സെമി പ്രീഷ്യസ് സ്റ്റോൺസുകളുണ്ട്. അതൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഒരു തരത്തിലുമുള്ള ദോഷവശങ്ങളോ സന്തോഷകരമായിട്ടുള്ള അവസ്ഥയോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും അതിൻ്റെതായിട്ടുള്ള ക്രിയകളുണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന കാര്യം, നമ്മൾ ധരിക്കുന്ന സ്റ്റോണുകൾ കൃത്യമായി നമ്മൾ ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും, അതിൻ്റെ വിഷമതകളുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റോണുകൾ ധരിക്കാൻ ശ്രമിക്കുക. സെമി പ്രീഷ്യസ് എന്നതും പ്രീഷ്യസ് എന്നതും എന്താണെന്നും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.